ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, നമുക്കിന്ന് മാറ്റപ്പാടത്ത് പോകാം. ഓക്കെ, മാറ്റപ്പാട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥലം, അത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ചേന്നമംഗലം എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ പാലിയത്തച്ഛനും പാലിയത്തച്ഛൻ്റെ കൊട്ടാരമൊക്കെ ഉള്ളത് അവിടെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഈ പാലിയത്തച്ഛൻ നടത്തി വരുന്ന ഒരു സമ്പ്രദായമാണ്. അതായത് അവരുടെ ഭരണകാലത്ത് അന്ന് നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരുടെ ഭരണകാലത്ത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പഴയ സാധനങ്ങളില്ലേ, പൊട്ടിയതോ അങ്ങനെ എന്തെങ്കിലും പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് പുതിയ സാധനങ്ങൾ മേടിക്കാം. ചട്ടിയും കലം അങ്ങനെയൊക്കെ പണ്ടത്തെ സമയത്ത്. ഓക്കെ, അപ്പോൾ അന്ന് നടത്തിക്കൊണ്ട് വന്നിരുന്നൊരു ആചാരമാണ് ഈ മാറ്റപ്പാടെന്ന് പറയുമ്പോൾ. അത് ഇന്നും തുടർന്ന് ഇവിടെ പോകുന്നുണ്ട് കേട്ടോ. അതാണ് മാറ്റച്ചന്ത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലം പോകാറുണ്ട്. നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസവും, ഇപ്പോൾ വിഷു 14-ാം തീയതി ആണെങ്കിൽ 12-ഉം 13-ഉം ആയിരിക്കും ഇത് വരുന്നത്. ഓക്കെ, വിഷുവിൻ്റെ അന്ന് ഉണ്ടാവില്ല, അതിൻ്റെ തലേ ദിവസം 2 ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഈ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തുടർന്ന് പോകുന്നത്. ഓല മേഞ്ഞ കെട്ടിടങ്ങളൊക്കെ ആയിരിക്കും. അത് ഷെഡിന് പകരം ഓല മേഞ്ഞിട്ടായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ പഴയ രീതി തന്നെയാണ് ഇപ്പോഴും ആചരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് നമുക്ക് സാധനം വാങ്ങാം. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ എന്താണ് അത് കൊടുത്തിട്ട് നമുക്ക് പുതിയത് വാങ്ങാം, അതായിരുന്നു. ഓക്കെ, നമ്മൾ ഈ ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ, അതിൻ്റെ സംഭവം. ഓക്കെ, അപ്പോൾ അവിടെ കൂടുതലായിട്ടും ഈ ചട്ടി, കലം, അതുപോലെ തന്നെ ഉണക്കമീനില്ലേ, ഉണക്ക ചെമ്മീൻ, ചട്ടിയും കലം പിന്നെ കൂടുതലും വരണം കേട്ടോ. പിന്നെ എന്തുവാ, ഈ കൃഷ്ണൻ്റെ ഫോട്ടോ, പിന്നെ നമുക്ക് കണി വയ്ക്കാനുള്ളത്, പിന്നെ മാമ്പഴങ്ങൾ, അങ്ങനെ പിന്നെ ഡ്രസ്സ് ഉണ്ടാവും, പിന്നെ നമ്മുടെ കമ്മൽ, പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, അങ്ങനെ നമ്മൾ ഈ ഉത്സവപ്പാടത്തൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഐറ്റംസ് ഇല്ലേ, അതൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട് ഈ മാറ്റപ്പാടത്ത്, എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അമ്മ 2 ചട്ടിക്കല മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിലക്കുറവാണ്, നല്ല വലിയ ചട്ടിയായിരുന്നു. പക്ഷെ നല്ല വിലക്കുറവില്ല. നമ്മൾ പുറത്ത് മേടിക്കുമ്പോൾ അതിനേക്കാൾ ഇരട്ടി കൊടുക്കണം. പക്ഷേ ഇവിടെ നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടും. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, പെട്ടെന്ന് പോകത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ കുറേയൊക്കെ അവിടെ നടന്നു കേട്ടോ. ഞങ്ങൾ രാത്രി പോയത്, പകല് പോയില്ല. പിന്നെ അമ്മ മാങ്ങ മേടിച്ചിട്ടുണ്ടായി കേട്ടോ. മാങ്ങക്കും കുഴപ്പമില്ല, വില അത്യാവശ്യം കുറവ് തന്നെയാണ്. എന്നാലും അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയൂരിയില്ലേ, പഴുത്തുനിന്ന് മേടിച്ചു കേട്ടോ. അപ്പോൾ കണിയും വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതും മേടിച്ചു. പിന്നെയും കുറേയൊക്കെ അവിടേക്ക് ഇങ്ങനെ നടന്നു കേട്ടോ. രാത്രി ഞങ്ങൾ പോയത്, പകൽ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സൗകര്യം. പക്ഷേ തിരക്കുണ്ട്. അപ്പോൾ ഈ സമയത്ത് പോയപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല. ആൾക്കാരൊക്കെ കഴിഞ്ഞ് പോക്കാനും അത് ലാസ്റ്റ് ഡേ ആയിരുന്നല്ലോ. പിന്നെ ഐസ്ക്രീം കഴിച്ചായിരുന്നു കേട്ടോ. ഒരെണ്ണം മേടിച്ചുള്ളൂ. അമ്മ അധികം കഴിക്കില്ല, പിന്നെ അത് വേസ്റ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം, ബ്ലാക്ക് കറണ്ട് ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് മേടിച്ചായിരുന്നു. പിന്നെ നമ്മുടെ നുറുക്കില്ല, ഇങ്ങനെ വാഴയുടെ വെളിയിലേക്ക് ഇട്ട് നുറുക്കാൻ നല്ല ടേസ്റ്റാണ്, അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും മേടിച്ചുള്ളൂ കേട്ടോ, വേറെ ഒന്നും അധികം ഒന്നും മേടിച്ചില്ല. പിന്നെ അമ്മ ഉണക്കമീനും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും അവിടെ കുറേ കിട്ടും, അതും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെ സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.